ഈ സൈഡിൽ ലോക്ക് ചെയ്യാം. ഈ സൈഡിൽ മെമ്മറി. മെമ്മറി കോൺഫിഗറേഷൻ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം. നമ്മൾ ഈ മെമ്മറി ഇൻസേർട്ട് ചെയ്യേണ്ടത് A2-ലും B2-ലാണ്. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ കപ്പാസിറ്റി മെമ്മറി ഇത് റെഡി ആവുള്ളൂ. ഏത് ടൈപ്പ് CPU ആയിരുന്നാലും. പിനാക്കിൾ റിച്ച്, സമ്മിറ്റ് റിച്ച്, റേവൻ റിച്ച്. പിനാക്കിൾ റിച്ച് എന്ന് പറഞ്ഞാൽ AMD 1000 സീരീസ്, സമ്മിറ്റ് റിച്ച് 200 സീരീസ്. അല്ല, നേരെ തിരിച്ചല്ല. പിനാക്കിൾ റിച്ച് 300-ഉം ഇത് 200-ൽ 100. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇതിനകത്ത് ഈ CPU-ൽ ഒരു സൈഡിൽ മാത്രമേ മെമ്മറി ലോക്കുള്ളൂ. ഇത് ഫസ്റ്റ് CPU, അടുത്ത ഫസ്റ്റ് മെമ്മറി, ഇത് അടുത്ത മെമ്മറി അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ മദർ ബോർഡിനകത്ത് ഒറ്റ മെമ്മറി ലോക്കേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒരു ക്ലിക്ക് മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇത് 3200 Mhz ആണ്. ഈ CPU 3800 വരെ, 3600 അതിൻ്റെ മുകളിലും സപ്പോർട്ട് ചെയ്യും. പവർ ക്ലോക്ക് ചെയ്യാൻ പറ്റാവുന്ന CPU ആണ്. AMD റൈസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മെമ്മറി സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്മറി സ്പീഡ് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു വെട്ട് കാണാനുണ്ടോ? ഈ രണ്ടെണ്ണത്തിനകത്തും കണ്ടോ? ആ വെട്ടിലേക്ക് ഈ വെട്ട് കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ റാം മെമ്മറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കണ്ടോ? അതുപോലെ തന്നെ ഈ സൈഡ് ഒരൊറ്റ സൈഡിൽ അതിന് ലോക്കുള്ള. അപ്പോൾ ഈ സൈഡിലോട്ടേക്ക് കയറ്റി വെച്ചിട്ട് ഇവിടെ അമർത്തുമ്പോൾ അത് ലോക്കാണ്. ഓക്കെ, ഇത് ലോക്കായി. ഒരു സൈഡിൽ കയറ്റി വെച്ചിട്ട് ഈ സൈഡിൽ അമർത്തും. ഒറ്റ സൈഡിൽ മാത്രമേ ഇതിന് ലോക്കുള്ളൂ. ഈ സൈഡിൽ ലോക്ക് ചെയ്യാം, ഈ സൈഡിൽ അമർത്താം. ഓക്കെ, എല്ലാം ടൈറ്റാണ്. കണ്ടോ? 4 ഇതിനകത്തും സ്ക്രൂ കയറിയിട്ടുണ്ട്. ഫാൻ കണക്റ്റഡാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യാം.